Welcome. Welcome to the lectures of geomatics. In this lecture, we are going to discuss about the Global Navigation Satellite System. Simply, we call this as GNSS. So, in this lecture, we are going to discuss about the GNSS. First of all, GNSS means it is a constellation of satellite. ഒരുപാട് സാറ്റലൈറ്റുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ GNSS എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ് ആണ്. ആൻഡ് ദാറ്റ് പ്രൊവൈഡ് സിഗ്നൽസ് വിച്ച് ഈസ് ഹാവിങ് ദി പൊസിഷൻ ആൻഡ് ടൈമിംഗ് ഡാറ്റ. അപ്പോൾ നമ്മുടെ ഭൂമിക്ക് മേലെ ഒരുപാട് സാറ്റലൈറ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ആ സാറ്റലൈറ്റുകളുടെ കൂട്ടത്തെയാണ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ സാറ്റലൈറ്റിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് സിഗ്നൽസ് തരും. ആ സിഗ്നൽസിൽ നിന്നാണ് നമ്മുടെ പൊസിഷൻ ആൻഡ് ടൈമിംഗ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ആൻഡ് ദി റിസീവർ യൂസസ് ദിസ് ഡാറ്റ ടു ഡിറ്റർമിൻ ദ ലൊക്കേഷൻ. ഇപ്പോൾ റിസീവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ, അതിലുള്ള കാറിലെ റിസീവർ, സർവേയിങ്ങിന് ഉപയോഗിക്കുന്ന GPS റിസീവർ, ഇവരൊക്കെ ഈ സിഗ്നൽസ് ഉപയോഗിച്ചിട്ടാണ് ഓരോ പോയിന്റിൻ്റെയും ലൊക്കേഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻഡ് GNSS റിസീവേഴ്സ് ഡിറ്റർമിൻ ദ ലൊക്കേഷൻ ബൈ യൂസിങ് ദ ടൈമിംഗ് ആൻഡ് പൊസിഷൻ ഡാറ്റ എൻകോഡഡ് ഇൻ ദ സിഗ്നൽ. ഓക്കെ, ആൻഡ് എക്സാമ്പിൾ ഫോർ GNSS, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന GNSSന് എക്സാമ്പിളാണ് GPS എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ GPS എന്നാണ് പറയാം. അതിൻ്റെ ഫുൾ എന്ന് പറയുന്നത് നാവ്സ്റ്റാർ GPS എന്നാണ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ USA. ആൻഡ് ഓൾസോ വി ഹാവ് GLONASS, റഷ്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു GNSS ആണ് GLONASS എന്ന് പറയും. ഓക്കെ, സോ ഇൻ ദിസ് ഫിഗർ യു ക്യാൻ സി എ നമ്പർ ഓഫ് സാറ്റലൈറ്റ്, എ കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സാറ്റലൈറ്റുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ GNSS എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ലോകത്ത് ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒരുപാട് GNSSകളുണ്ട്. അതിലെ നമുക്ക് ഏറ്റവും പരിചയമായിട്ടുള്ള സാധനമാണിത്, GPS എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ ഫുള്ളി നാവ്സ്റ്റാർ GPS എന്ന് പറയും. എന്ന് വെച്ചാൽ നാവിഗേഷൻ സാറ്റലൈറ്റ് ടൈമിംഗ് ആൻഡ് റേഞ്ചിങ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ആൻഡ് റഷ്യയുടെ ഇതാണ് GLONASS എന്ന് പറയുന്നത്, ഗ്ലോബൽ നയ നാവിഗേഷൻ നയ സ്പുട്നിക് ഓവയ സിസ്റ്റം, അതിൻ്റെ ഫുൾ അതാണ്. ആൻഡ് ഗലീലിയോ യൂറോപ്യൻ രാജ്യങ്ങളുടെയാണ്. ബെയ്ഡു എന്ന് പറയുന്നത് ചൈനീസിൻ്റെയാണ്. ആൻഡ് നമ്മുടെ ഇന്ത്യയുടേതാണ് GNSS സിസ്റ്റമാണ് IRNSS എന്ന് പറയും, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയും. ആൻഡ് ഓൾസോ ജപ്പാൻ ക്വാസിസെനിത് സിസ്റ്റം. അപ്പം ഇത്രയാണ് GNSS സിസ്റ്റം നമ്മുടെ വേൾഡിലുള്ളത്. ഇതിൽ ചില സിസ്റ്റമൊക്കെ ഗ്ലോബൽ സിസ്റ്റം തന്നെയാണ്, പക്ഷെ ചിലത് റീജിയണലാണ്, ആ രാജ്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് GPS അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നുള്ള ഒരു കൺസെപ്റ്റിനെ പറ്റി കൂടുതൽ നോക്കാം. ഓക്കെ, GPS എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റേഡിയോ നാവിഗേഷൻ സിസ്റ്റം പ്രൊവൈഡഡ് ബൈ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്. US മിലിറ്ററി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് എ മിനിമം ഓഫ് 24 സാറ്റലൈറ്റ്. GPSനകത്ത് മിനിമം 24 സാറ്റലൈറ്റുകൾ ഉണ്ടാവും, മിനിമം 24 സാറ്റലൈറ്റ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് GPS റിസീവർ ലൈക്ക് അവർ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കാറിലെ റിസീവർ ഒക്കെ വിൽ റിസീവ് ദി റേഡിയോ സിഗ്നൽ ഫ്രം ദി സാറ്റലൈറ്റ്. ഈ സാറ്റലൈറ്റിൽ നിന്ന് ഈ സിഗ്നൽസ് സ്വീകരിച്ചിട്ട് ദ യൂസ് ദിസ് ഫോർ കാൽക്കുലേഷൻ ഓഫ് പൊസിഷൻ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യും. ഓക്കെ, നൗ ഇനി നമുക്ക് GPSന്റെ കമ്പോണന്റുകളെ നോക്കാം. GPS വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു GPS എന്നുള്ള സിസ്റ്റം ഫുൾ വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് നീഡ് 3 കമ്പോണൻസ്, 3 കമ്പോണന്റുകളുണ്ട്. ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് സ്പേസ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ആണ്. നമുക്ക് ഈ ഫിഗറിൽ കാണാം, ഏറ്റവും മേലെ കാണുന്ന സ്പേസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ദീസ് ആർ ദി സാറ്റലൈറ്റ്, അതാണ് സ്പേസ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൺട്രോൾ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ GPSന്റെ ഫുൾ കൺട്രോളിങ് ചെയ്യുന്നത് ഇവരാണ്. ആൻഡ് തേർഡ് വൺ യൂസർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ അതുപോലെ കാറിലെ റിസീവർ, പിന്നെ അതുപോലെ അതർ വെഹിക്കിൾസിൽ സർവേയിങ് GPS, അങ്ങനെയുള്ള GPS യൂണിറ്റുകൾ, ആ റിസീവറിനെയാണ് യൂസർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആ ഒരു ടോട്ടൽ GPSന്റെ ഒരു വർക്കിംഗ് പറയാം. ഫസ്റ്റ് സ്പേസ് സെഗ്മെന്റ് ഉണ്ട്, നമ്മുടെ ആദ്യത്തെ കമ്പോണന്റ്. സ്പേസ് സെഗ്മെന്റ് വിൽ ബ്രോഡ്കാസ്റ്റ് ദ സിഗ്നൽ. സ്പേസ് സെഗ്മെന്റ് ആണ് നമുക്ക് താഴോട്ട് സിഗ്നൽ തരുന്നത്. ആൻഡ് ദാറ്റ് സിഗ്നൽ ക്യാൻ ബി ഇറ്റ് ഈസ് റിസീവ്ഡ് ബൈ ദ യൂസർ. നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കാറിലൊക്കെ റിസീവർ അത് റിസീവ് ചെയ്യും. ആൻഡ് ദേ യൂസ് ദി സിഗ്നൽ. ഈ സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പൊസിഷനും ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഓൾസോ വി ഹാവ് കൺട്രോൾ സെഗ്മെന്റിലെ മോണിറ്റർ സ്റ്റേഷനും ഈ സിഗ്നൽ റിസീവ് ചെയ്യും. ഓക്കെ, ആ സിഗ്നൽ റിസീവ് ചെയ്തിട്ട് അതിൻ്റെ GPSന്റെ ട്രാക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൺട്രോൾ സെഗ്മെന്റ് ചെയ്യുന്നത്. ദെൻ ആ ട്രാക്ക് ചെയ്ത ഡാറ്റാസ് മോണിറ്റർ സ്റ്റേഷൻ മാസ്റ്റർ സ്റ്റേഷനിലേക്ക് കൈമാറും. So the control segment
track the satellite, update their orbiting position and calibrate and synchronize their clock. then ഈ ഡാറ്റ മാസ്റ്റർ സ്റ്റേഷന് എല്ലാം കറക്റ്റ് ചെയ്ത് സ്പേസ് അല്ലെങ്കിൽ സാറ്റലൈറ്റിലേക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള ഡാറ്റാസ് എന്ത് ചെയ്യും, മാസ്റ്റർ സ്റ്റേഷൻ ഗ്രൗണ്ട് ആൻറ്റിനക്ക് കൊടുക്കും. ഗ്രൗണ്ട് ആൻറ്റിന, ലോകത്ത് ഒരുപാട് 11ഓളം ഗ്രൗണ്ട് ആൻറ്റിനാസ് ഉണ്ട്. ഈ ആൻറ്റിന അത് സാറ്റലൈറ്റിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ടോട്ടൽ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ ഫസ്റ്റ് സെഗ്മെന്റ് സ്പേസ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് GPS സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ആണ്. ഒരുപാട് സാറ്റലൈറ്റുകളുടെ ഒരു കൂട്ടാണ് സ്പേസ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ 24 സാറ്റലൈറ്റ്, മിനിമം 24 സാറ്റലൈറ്റ് ആണ്. ഇന്ന് അതിൽ കൂടുതലുണ്ട്. ആൻഡ് ഈ ഓരോ സാറ്റലൈറ്റുകളും 6 ഓർബിറ്റുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ ഓരോ ഓർബിറ്റുകളും ഭൂമിക്ക് മേലെ 20,200 കിലോമീറ്റർ മേലെ. അതിലെ ഓരോ ഓർബിറ്റും ഇക്വേറ്ററുമായിട്ട് 55 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് ഓരോ ഓർബിറ്റും ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദി പവർ ഫോർ ദി സാറ്റലൈറ്റ്, ഈ സാറ്റലൈറ്റിന് അല്ലെങ്കിൽ സ്പേസ് സെഗ്മെന്റിലെ പവർ ഈസ് ഗിവൺ ഫ്രം സോളാർ പാനൽ ആൻഡ് ഓൾസോ ഫ്രം ബാറ്ററീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാം, ഈ ഫിഗറിൽ കാണാം, സോളാർ പാനൽ കാണാൻ പറ്റും നമുക്ക്. ആ സോളാർ പാനൽ പ്ലസ് ബാറ്ററി എന്നാണ് അതിനുള്ള പവർ നൽകുന്നത്. ആൻഡ് ദി അറേഞ്ച്മെന്റ് ഓഫ് സാറ്റലൈറ്റ്, ഈ സാറ്റലൈറ്റ് ഭൂമിക്ക് മേലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഭൂമിയിൽ എവിടെ നിന്ന് നോക്കിയാലും ഏതൊരു സ്ഥലത്ത് നിന്ന് നോക്കിയാലും മിനിമം 4 സാറ്റലൈറ്റ് വിസിബിൾ ആവും. 4 അതിൽ കൂടുതൽ സാറ്റലൈറ്റുകൾ വിസിബിൾ ആവും, പക്ഷേ എപ്പോഴും 4 സാറ്റലൈറ്റ് എന്തായാലും അവിടെ വിസിബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ദി സാറ്റലൈറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് എ ക്ലോക്ക്. സാറ്റലൈറ്റിനകത്ത് ഒരു ക്ലോക്ക് ഉണ്ടാവും. ഇറ്റ് ഈസ് അറ്റോമിക് ക്ലോക്ക് ആണ്. കാരണം അതിൻ്റെ അക്യുറസി കൂടിയ അറ്റോമിക് ക്ലോക്ക് ആണ് സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10.23 മെഗാഹെർട്സ് ആണ്. ഓക്കെ, നൗ ദി ഫങ്ഷൻസ് ഓഫ് സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് സ്പേസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ടു റിസീവ് ആൻഡ് സ്റ്റോർ ഡാറ്റ ഫ്രം കൺട്രോൾ സെഗ്മെന്റ്. നമ്മുടെ ഭൂമിയിലുള്ള കൺട്രോൾ സെഗ്മെന്റ് സാറ്റലൈറ്റിലേക്ക് കൊടുക്കുന്ന ഡാറ്റാസിനെ റിസീവ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനൊക്കെ ചെയ്യും. ആൻഡ് സാറ്റലൈറ്റിനകത്തുള്ള കറക്റ്റ് ക്ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ യൂസറിനുള്ള താഴോട്ട് ഭൂമിയിലേക്ക് സിഗ്നൽസ് സെൻഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ദി ട്രാൻസ്മിറ്റർ. അവിടെയുള്ള ഡാറ്റ സ്വീകരിക്കാനും സെൻഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ട്രാൻസ്മിറ്റേഴ്സിന് ഒരു പ്ലാറ്റ്ഫോം നൽകുക. ഇതൊക്കെയാണ് ഒരു സ്പേസ് സെഗ്മെന്റിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് കൺട്രോൾ സെഗ്മെന്റ്. വളരെ ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് ആണ്. കാരണം ഈ ടോട്ടൽ ഒരു GPS-ന്റെ വർക്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നവരാണ്. അതിനകത്ത് 3 കമ്പോണന്റ്. ഒന്ന് മാസ്റ്റർ സ്റ്റേഷൻ. മാസ്റ്റർ സ്റ്റേഷൻ ആദ്യം 1 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒന്നുകൂടെ ആഡ് ചെയ്തു. ഇപ്പോൾ 2 മാസ്റ്റർ സ്റ്റേഷൻ ഉണ്ടാവും, ആൾട്ടർനേറ്റീവ് മാസ്റ്റർ സ്റ്റേഷൻ. ദെൻ നമ്മുടെ വേൾഡിൽ ഒന്നായിട്ട് അറൗണ്ട് 16 മോണിറ്റർ സ്റ്റേഷൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ വേൾഡിൽ ഒന്നായിട്ട് 11 ഗ്രൗണ്ട് ആൻറ്റിനാസും ഉണ്ട്. ഓക്കെ, കൺട്രോൾ സെഗ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്ന് പറയുന്നത് ടു ട്രാക്ക് ദ GPS എന്നുള്ളതാണ്. GPS സാറ്റലൈറ്റുകളെ ട്രാക്ക് ചെയ്യുക. നമുക്ക് ഭൂമിക്ക് മേലുള്ള ഈ 6 ഓർബിറ്റുകളുള്ള 24 അതിൽ കൂടുതലുള്ള സാറ്റലൈറ്റുകൾ എപ്പോഴും മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ സെഗ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്ന് പറയും. അത് മോണിറ്റർ ചെയ്തിട്ട് അവരുടെ ഓർബിറ്റ് പൊസിഷൻ അപ്ഡേറ്റ് ചെയ്യുക. ഓർബിറ്റ് പൊസിഷനിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അതേപോലെ അതിലുള്ള ക്ലോക്കിലുള്ള ടൈം സിങ്ക്രണൈസ് ചെയ്യുക. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്കുകൾ. ആൻഡ് ഓൾസോ ഡിറ്റർമിൻ ദ ഓർബിറ്റ് ഓഫ് ഈച്ച് സാറ്റലൈറ്റ് ആൻഡ് പ്രെഡിക്റ്റ് ഇറ്റ്സ് പാത്ത്. ഓരോ സാറ്റലൈറ്റിൻ്റെയും ഓർബിറ്റ് എവിടെയാണ്, അത് ഇനി അടുത്ത അവറിൽ എവിടെ ആയിരിക്കും, അത് കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും, അതിൻ്റെ പാത്ത് പ്രിഡിക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ വർക്കുകൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺട്രോൾ സെഗ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പാർട്ടാണ് മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ എന്ന് പറയും. ഇവരുടെ പണി ദേ പ്രൊവൈഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ ദ GPS കോൺസ്റ്റലേഷൻ. GPS ഓരോ സാറ്റലൈറ്റിനെയും കൺട്രോൾ ചെയ്യുന്നതും അതിനെ കമാൻഡ് ചെയ്യുന്നതും മാസ്റ്റർ സ്റ്റേഷനാണ്. ആൻഡ് യൂസസ് ഗ്ലോബൽ മോണിറ്റർ സ്റ്റേഷനാണ് ഇവർക്ക് മാസ്റ്റർ സ്റ്റേഷനിലേക്കുള്ള ഡാറ്റാസ് കൊടുക്കുന്നത്. ആൻഡ് ദേ ജനറേറ്റ് നാവിഗേഷൻ മെസ്സേജസ് ഫോർ അപ്ലോഡ് ടു ദി സാറ്റലൈറ്റ്. ഈ എററെല്ലാം കറക്റ്റ് ചെയ്ത് സാറ്റലൈറ്റിലേക്കുള്ള കറക്റ്റ് ചെയ്ത വാല്യൂസ് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള മെസ്സേജ് കൊടുക്കാൻ വേണ്ടി അത് പ്രോസസ്സ് ചെയ്യുന്നതെല്ലാം മാസ്റ്റർ സ്റ്റേഷനാണ്. ആൻഡ് മാസ്റ്റർ സ്റ്റേഷൻ ആൾസോ മോണിറ്റർ ദി ഹെൽത്ത് ആൻഡ് അക്യുറസി. സാറ്റലൈറ്റിൻ്റെ ഹെൽത്ത് അക്യുറസി ചെക്ക് ചെയ്യും. ആൻഡ് ഓൾസോ ഫോർ മെയിൻറ്റെയിൻ പർപ്പസുകൾ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ പ്രോസസ്സുകളൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്നതെല്ലാം മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷനാണ്. ഓക്കെ, നൗ ദി സെക്കൻഡ് സെക്ഷൻ ഓഫ് കൺട്രോൾ സെഗ്മെന്റ് എന്ന് പറയുന്നത് മോണിറ്റർ സ്റ്റേഷൻ. മോണിറ്റർ സ്റ്റേഷൻ്റെ പണി എന്ന് പറയുന്നത് മേലെ ഇരിക്കുന്ന ഓരോ സാറ്റലൈറ്റിനെയും എപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ട്രാക്ക് GPS എന്നുള്ളതാണ്. അങ്ങനെ ട്രാക്ക് ചെയ്യുമ്പോൾ താഴേക്ക് വരുന്ന സിഗ്നൽ, സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന സിഗ്നലിനെ സ്വീകരിക്കുക.
ആ സ്വീകരിച്ച സിഗ്നൽ ദേ ഹാവ് ടു ഫോർവേഡ് ടു ദി മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ. ഇവർ ഈ സ്വീകരിച്ച സിഗ്നൽ നേരെ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ആൻഡ് വി ഹാവ് അറൗണ്ട് 16 മോണിറ്റർ സ്റ്റേഷൻസ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് മോണിറ്റർ സ്റ്റേഷൻ സാറ്റലൈറ്റിനെ ട്രാക്ക് ചെയ്തോ ഇതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ എടുത്തിട്ട് അത് മാസ്റ്ററിലേക്ക് കൊടുത്തു. മാസ്റ്റർ സ്റ്റേഷൻ ചെയ്യുന്നത് ഈ ഡാറ്റനെ സ്റ്റഡി ചെയ്തിട്ട് അതിലെ എറേഴ്സ് കണ്ടുപിടിച്ച് എററെല്ലാം കറക്റ്റ് ചെയ്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് ഈ ഡാറ്റ നമുക്ക് ഇനി സാറ്റലൈറ്റിലേക്ക് തിരിച്ചയക്കണം, മേലോട്ട് സാറ്റലൈറ്റിലേക്ക് അയക്കണം. അത് അയക്കാൻ വേണ്ടി അങ്ങോട്ട് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആൻറ്റീന എന്ന് പറയുന്നത്. അതാണ് ഗ്രൗണ്ട് ആൻറ്റീന. സോ ദേ സെൻഡ് കമാൻഡ് ടു ദി സാറ്റലൈറ്റ്. സാറ്റലൈറ്റിലേക്ക് അങ്ങോട്ട് കമാൻഡുകളും ഡാറ്റാസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റിനാസ് ഉപയോഗിക്കുന്നത്. ആൻഡ് വി ഹാവ് ടോട്ടൽ 11 ആൻറ്റിനാസ് ഉണ്ട്. 4+7 എയർഫോഴ്സ് ആൻഡ് അങ്ങനെ ടോട്ടൽ 11 ആൻറ്റിനാസ് നമുക്ക് ലോകത്തൊന്നായിട്ടുണ്ട്. ഓക്കെ, നൗ ദ ലാസ്റ്റ് കമ്പോണന്റ് ഓഫ് GPS എന്ന് പറയുന്നത് യൂസർ കമ്പോണന്റ് ആണ്. യൂസർ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസീവേഴ്സ്, നമ്മളാണ് ഇപ്പോൾ GPS ഉപയോഗിക്കുന്ന ആളുകൾ. User segment consists of a GPS receiver used to receive the signal for the determination of position and time. അപ്പോൾ നമ്മൾ സാധാരണ GPS ഉപയോഗിക്കുന്നത് നമ്മുടെ പൊസിഷൻ ലൊക്കേഷൻ അറിയാൻ വേണ്ടി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റുകളാണ് യൂസർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദേ റിസീവ് ദ സിഗ്നൽ ഫ്രം ദി സാറ്റലൈറ്റ്. സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽ റിസീവ് ചെയ്തു, ആ GPS റിസീവറിനകത്ത് ആ സിഗ്നൽ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസ്റ്റൻസും അതേപോലെ പൊസിഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. സോ GPS-ന്റെ വർക്കിംഗ് ഒന്നിച്ചൊന്നും കൂടെ പറയാം. നമുക്ക് ആദ്യം ഒരു സ്പേസ് സെഗ്മെന്റ് ഉണ്ട്, സാറ്റലൈറ്റ്. അവരാണ് സിഗ്നൽ തരുന്നത്. ആ സിഗ്നൽ റിസീവർ അല്ലെങ്കിൽ യൂസർ യൂസ് ചെയ്യും. യൂസർ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡിസ്റ്റൻസും ലൊക്കേഷനും പൊസിഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഒരു പാർട്ടാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പക്ഷേ ഈ ഒരു പാർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫുൾ കൺട്രോളിങ് നടത്തുന്നത് കൺട്രോൾ സെഗ്മെന്റ് ആണ്. അപ്പോൾ കൺട്രോൾ സെഗ്മെന്റിൽ ആദ്യം ചെയ്യുന്നത് മോണിറ്റർ സ്റ്റേഷൻ ഇതുപോലെ വരുന്ന സിഗ്നലിനെ സ്വീകരിക്കും. ആ സിഗ്നലിലുള്ള ഡാറ്റാസ് എല്ലാം മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ അല്ലെങ്കിൽ മാസ്റ്റർ സ്റ്റേഷനിലേക്ക് കൈമാറും. ഓക്കെ, അങ്ങനെ മാസ്റ്റർ സ്റ്റേഷനിൽ ഈ ഡാറ്റാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റാസിനെ അനലൈസ് ചെയ്ത് അതിൽ എറേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് ആ ഡാറ്റാസിനൊക്കെ വളരെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്ത് സാറ്റലൈറ്റിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം അക്യുറേറ്റ് ആക്കിയിട്ട് അങ്ങോട്ടുള്ള വിവരങ്ങൾ അവർ റെഡിയാക്കി വെക്കും. ഈ റെഡിയാക്കി വെച്ച വിവരങ്ങൾ ആൻറ്റിനക്ക് കൈമാറും. ആൻറ്റിന അത് നേരെ മേലോട്ട് സ്പേസ് സെഗ്മെന്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റിലേക്ക് കൈമാറുകയാണ് ചെയ്യുക. ഇതാണ് ടോട്ടൽ വർക്കിംഗ് എന്ന് പറയും. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു വീഡിയോ കാണാം എങ്ങനെയാണ് ഇതിൻ്റെ GPS-ൻ്റെ ഒരു വർക്കിംഗ്. ഇപ്പോൾ നമ്മളെ യൂസർ ഫോൺ, നമ്മുടെ എന്തെങ്കിലും ഒരു യൂസർ ഫോണോ അല്ലെങ്കിൽ കാറെന്തോ, അവർക്ക് കുറേ സിഗ്നൽ കിട്ടും മേലെ നിന്ന് അല്ലേ. ഈ സിഗ്നൽ കിട്ടുന്നത് മേലെ സാറ്റലൈറ്റിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഭൂമിയിൽ സാറ്റലൈറ്റുകളെ മോണിറ്റർ ചെയ്യാൻ കുറേ ഗ്രൗണ്ട് സ്റ്റേഷൻസ് ഉണ്ടാവും. ഗ്രൗണ്ട് ആൻറ്റിനാസും മോണിറ്റർ സ്റ്റേഷൻസ് ആണ്. അതാണ് ഗ്രൗണ്ട് സ്റ്റേഷൻസ്. ഇത് ഉപയോഗിക്കുന്നത് മേലെയുള്ള സാറ്റലൈറ്റുകളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കുറേ ഗ്രൗണ്ട് ആൻറ്റിനാസ് ഉണ്ടാവും, ഗ്രൗണ്ട് സ്റ്റേഷൻസ്. ഓക്കെ, ദെൻ നമുക്കുള്ളത് സാറ്റലൈറ്റുകളാണ് അല്ലേ. സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽ നിങ്ങൾക്ക് കിട്ടിയാൽ ഒരു റൗണ്ടിനകത്താണ് നിങ്ങളുടെ സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 സർക്കിളിൻ്റെ ഇൻ്റർസെക്ഷനിലായിരിക്കും. 3 സാറ്റലൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയാൽ 3 സാറ്റലൈറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും. 4 സാറ്റലൈറ്റിൽ നിന്ന് കിട്ടിയാൽ 4 സാറ്റലൈറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ, അത് ഒറ്റ പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടും. ആ ഒരു പോയിന്റാണ് നമ്മുടെ പൊസിഷൻ അല്ലെങ്കിൽ യൂസറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് സാറ്റലൈറ്റുകൾ ഗ്ലോബലി ഉണ്ട്. മിനിമം 24 സാറ്റലൈറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് GPS എന്ന് പറയുന്നത്. ആ ഓരോ സാറ്റലൈറ്റുകളും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, എർത്തിനെ ചുറ്റും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇൻ ദിസ് ലെക്ചർ നമ്മൾ പഠിച്ചത് ഒന്ന് GNSS എന്താന്ന് പറഞ്ഞു, ആൻഡ് ടൈപ്പ് ഓഫ് GNSS അല്ലേ. പിന്നെ GPS എന്താണ്, ദെൻ വാട്ട് ആർ ദി കമ്പോണൻറ്റ്. 3 കമ്പോണൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. സ്പേസ് സെഗ്മെൻറ്റ്, അതേപോലെ കൺട്രോൾ സെഗ്മെൻറ്റ്, യൂസർ സെഗ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ 3 കമ്പോണൻറ്റുകൾ അടങ്ങിയിരിക്കുന്നതാണ് GPS എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് ലെക്ചർ. താങ്ക് യു.